പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ജിയോമെട്രി അല്ലെങ്കിൽ ജ്യാമിതി. അപ്പം ജിയോമെട്രി അല്ലെങ്കിൽ ജ്യാമിതി എന്ന ടോപ്പിക്കിനകത്തിൽ പ്രധാനമായിട്ടും 2 സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നെന്ന് പറയുന്നത് 2D ഫിഗേഴ്സിനെ പറ്റിയും അടുത്തത് 3D ഫിഗേഴ്സിനെ പറ്റി. അങ്ങനെ 2 സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2D ഫിഗേഴ്സ് 2 ഡയമെൻഷൻ വരുന്നത്. 2Dയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയുന്ന രൂപങ്ങളെയാണ് നമ്മൾ 2D ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. 2D ഫിഗേഴ്സ് എന്താണ്? 2D ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ദ്വിമാന രൂപങ്ങൾ. 2 അളവുകളായിരിക്കും ആ രൂപങ്ങളിൽ ഉണ്ടാവുക. 2 അളവുകളായിരിക്കും ആ രൂപങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ ദ്വിമാന രൂപങ്ങൾ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ 2D ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. 2D ഫിഗേഴ്സിനെ നമുക്കൊരു പ്ലെയിനകത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. പ്ലെയിൻസ് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പേപ്പറാണോ അല്ലെങ്കിൽ ഭിത്തിയോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനോ, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പ്ലെയിനകത്ത് നമുക്ക് ആ ഫിഗറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത്തരം ഫിഗേഴ്സിനെയാണ് 2D ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രയാങ്കിൾ. കണ്ടോ, ട്രയാങ്കിളിനെ നമുക്ക് എവിടെയെങ്കിലും വരയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയിനകത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേസ് ചെയ്യാൻ പറ്റും, അല്ലേ? അതാണ് 2D ഫിഗറിൻ്റെ പ്രത്യേകത. അതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ, ഒരു ചതുരം വരച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഏതെങ്കിലും പ്ലെയിനകത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാലും നമുക്കതിനെ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലെയിനകത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രൂപങ്ങളെയാണ് നമ്മൾ 2D ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും 2 ഡയമെൻഷൻസ് കാണും. ഒന്ന് ലെങ്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. 2 ഡയമെൻഷൻസ് കാണും, ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അങ്ങനെയുള്ള രൂപങ്ങളെയാണ് നമ്മൾ 2D ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ 2D ഫിഗേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതിനകത്തിൽ 2D ഫിഗേഴ്സിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. ത്രികോണം, ചതുരം, സമചതുരം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് പഠിക്കുന്നുണ്ട്. അതിനകത്തിലെ ഓരോ 2D ഫിഗേഴ്സിനെയും എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓരോ 2D ഫിഗേഴ്സിനും പ്രധാനമായിട്ടും 2 ഫീച്ചേഴ്സ് കാണും. 2D ഫിഗേഴ്സിന് അല്ലെങ്കിൽ ദ്വിമാന രൂപങ്ങൾക്ക് 2 ഫീച്ചേഴ്സ് കാണും. ഒന്ന് ഏരിയ എന്ന് പറയുന്നതും 2 പെരിമീറ്റർ എന്ന് പറയുന്നതും. എന്താണ്? ഏരിയയും പെരിമീറ്ററും. നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിസ്തീർണവും, ഏരിയയ്ക്ക് മലയാളം പറയുകയാണെങ്കിൽ വിസ്തീർണവും ചുറ്റളവും. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവും. ഇത് രണ്ടുമായിരിക്കും നമ്മൾ എല്ലാ ഫിഗേഴ്സിൻ്റെ വിസ്തീർണവും ചുറ്റളവും ആ ഫിഗേഴ്സിൻ്റെ പ്രത്യേകതകളും ഉൾക്കൊള്ളിച്ചായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വീഡിയോയിൽ നമ്മൾ ഓരോ രൂപങ്ങളെക്കുറിച്ച് പഠിക്കും, അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യും. അങ്ങനെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം 2D ഫിഗേഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. എന്താണ്? 2 ഡയമെൻഷൻസിൽ പറയുന്ന അല്ലെങ്കിൽ 2 അളവുകളെ റെപ്രസെൻറ്റ് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ 2D ഫിഗേഴ്സ് അല്ലെങ്കിൽ ദ്വിമാന രൂപങ്ങൾ എന്ന് പറയുന്നത്. ആ ദ്വിമാന രൂപങ്ങളെ നമുക്കൊരു പ്ലെയിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഓക്കെ, അങ്ങനെയുള്ള രൂപങ്ങളാണ് ദ്വിമാന രൂപങ്ങൾ. അതിന് കുറേ ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങളിൽ നിന്നും ആദ്യത്തെ ഉദാഹരണമാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ്? ട്രയാങ്കിൾ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ട്രയാങ്കിൾ. അപ്പം ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ട്രയാങ്കിളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട്? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ, വിസ്തീർണം കാണുന്നത് എങ്ങനെയാണ്? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണുന്നത് എങ്ങനെയാണ്? ഒരു 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ അതൊരു ട്രയാങ്കിളാക്കാൻ കഴിയുമോ എന്ന് നമ്മൾ പഠിക്കും. ഇനി പൈതഗോറസ് തിയറം നമ്മൾ ഇതിനകത്ത് പഠിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രയാങ്കിൾസിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകും. നാളെ ഈ ട്രയാങ്കിൾസിൽ നിന്നും വരുന്ന എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും കൂടെ കാണും. അതോടുകൂടി ട്രയാങ്കിൾ എന്ന ടോപ്പിക്ക് തീരും. അങ്ങനെ ഓരോ ഫിഗേഴ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് ആ ഫിഗേഴ്സ് പഠിച്ചതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്തിട്ടായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഫിഗറായ ട്രയാങ്കിൾ. എന്താണ് ട്രയാങ്കിൾ? ദേ നോക്കിയേ, ട്രയാങ്കിളിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു 3 ലൈൻ സെഗ്മെൻറ്റ്. എന്താണ്? 3 ലൈൻ സെഗ്മെൻറ്റ് ചേർന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് ട്രയാങ്കിൾ. 3 ലൈൻസ് കാണും. ദേ നോക്കിയേ, ഇത് ഒന്നാമത്തെ ലൈൻ, ഇത് രണ്ടാമത്തെ ലൈൻ, ഇത് മൂന്നാമത്തെ ലൈൻ. അങ്ങനെ 3 ലൈൻസ് ചേർന്ന ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. 3 ലൈൻസ് ചേർന്നിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രൂപത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രയാങ്കിൾ എന്ന് വിളിക്കും. അതിന് 3 സൈഡ്സ് കാണും, അല്ലേ? 3 ലൈൻസ് എന്ന് പറയുമ്പോൾ അതിന് 3 സൈഡ്സ് കാണും. ABC എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് കാണും. ഫസ്റ്റ് പോയിന്റ് പഠിച്ചു വെച്ചേക്കുക. ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് കാണും. അങ്ങനെ 3 സൈഡ്സ് ചേർന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള രൂപത്തെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓരോ 2 സൈഡ്സിൻ്റെ ഇടയിലും നമുക്ക് ഓരോ ആംഗിൾസ് കാണാം, അല്ലെങ്കിൽ കോൺസ് കാണാം.
കണ്ടോ, ഇതാണ് കോണുകൾ. ആ കോണിനെ നമുക്ക് എന്ത് കൊടുക്കാം? XYZ എന്ന് കൊടുക്കാം അല്ലേ, XYZ. ഓക്കെ, മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഒരു ട്രയാങ്കിളിന് 3 സൈഡ്സ് കാണും. അതാണ് നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ്. അടുത്ത പോയിന്റ്, ഒരു ട്രയാങ്കിളിന് ഓരോ രണ്ട് സൈഡ്സിൻ്റെ ഇടയിലും ഓരോ ആംഗിൾസ് കാണും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾസിന് എത്ര ആംഗിൾസ് ഉണ്ട്? 3 ആംഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കോണുകളുണ്ട് അല്ലേ. 3 ആംഗിൾസ് ഉണ്ട്, അല്ലെങ്കിൽ 3 കോണുകളുണ്ട്. അപ്പോൾ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് 3 സൈഡ്സ് ഉണ്ടായിരിക്കും, 3 ആംഗിൾസ് ഉണ്ടായിരിക്കും. അതേപോലെ ട്രയാങ്കിൾസിന് 3 മൂലകളുണ്ട് അല്ലേ. ഇതേ നോക്കിയേ, 3 മൂലകളുണ്ട്. നമുക്കതിനെ PQR എന്ന് കൊടുക്കാം. PQR കണ്ടോ, 3 മൂലകളുണ്ട്. ആ മൂലകളെ നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്നതാണ് വെർട്ടെക്സ്. ഒരു ട്രയാങ്കിളിന് 3 വെർട്ടെക്സ് കാണും, അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ ശീർഷകങ്ങൾ കാണും. വെർട്ടെക്സ് അല്ലെങ്കിൽ ശീർഷകങ്ങൾ, 3 മൂലകൾ, 3 വെർട്ടെക്സ് അല്ലെങ്കിൽ 3 ശീർഷകങ്ങൾ കാണും. അപ്പോൾ എന്താണ് സൈഡ്സ്, എന്താണ് ആംഗിൾസ്, എന്താണ് വെർട്ടെക്സ്, ഇത് 3 മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് പറയാം, ഈ ആംഗിൾസിന് പേര് കൊടുക്കുന്നത് പഠിച്ചു വെച്ചേക്കുക. 3 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 3 ആംഗിൾസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തേണ്ട ഈ XYZ ആണ് അല്ലേ. അതിന് പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. അതെ, ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിളിൻ്റെ സൈനാണ് ദേ ഇങ്ങനെ ഇടുന്നത്. ഇതിനർത്ഥം ആംഗിൾ എന്നാണ്. ദേ നമുക്ക് ഈ X എന്ന് പറയുന്ന ആംഗിളിനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ X കിടക്കുന്ന ആ ശീർഷകം കണ്ടോ, വെർട്ടെക്സ് കണ്ടോ, അത് എവിടെ കിടക്കുന്നത്? Pയുടെ സ്ഥാനത്താണ് കിടക്കുന്നത് അല്ലേ. X കിടക്കുന്നത് P എന്ന് പറയുന്ന മൂലയ്ക്കാണ്. അതുകൊണ്ട് ആ P നടുക്ക് വരണം. ബാക്കി 2 അക്ഷരങ്ങൾ എന്ത് ചെയ്യുക? 2 സൈഡിലായിട്ട് എഴുതുക. RPQ. ഇതാണ് ഈ X എന്ന് പറയുന്ന ആംഗിൾസിൻ്റെ പേര് നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വിളിക്കുന്നത്. X എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണോ കിടക്കുന്നത് ആ പോയിൻ്റ്, ആ മൂലയുണ്ടല്ലോ, ആ വെർട്ടെക്സിന് നമ്മൾ P എന്ന് വിളിച്ചു അല്ലേ. ആ P എന്ന് പറയുന്നത് സെൻറ്ററിൽ വരണം. ബാക്കി 2 അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി വരാം. RPQ എന്നും വിളിക്കാം, നമുക്ക് QPR എന്നും വിളിക്കാം. നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താ? ഈ X എന്ന് പറയുന്ന ആംഗിളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ Xനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ശീർഷകത്തിൻ്റെ അവിടെ കിടക്കുന്ന ലെറ്റർ എവിടെ വരണം? നടുക്ക് വരണം. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇമ്പോർട്ടൻസ്. ഇനി ഈ Z-നെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗിളിനെ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ Z-ൻ്റെ അവിടുത്തെ ശീർഷകം ഏതാ? Q അല്ലേ. ആ Q എന്ത് ചെയ്യണം? നടുക്ക് വരണം, സെൻറ്ററിൽ വരണം. അത് മാത്രം നോക്കിയാൽ മതി. ബാക്കി 2 സൈഡിലെ 2 അക്ഷരങ്ങൾ എവിടെ വേണമെങ്കിലും എഴുതാം. ഇനി അടുത്ത Y ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യണം? Y കിടക്കുന്ന വെർട്ടെക്സ് ഏതാ? R നടുക്ക് വരണം അല്ലേ. ബാക്കിയും Pയും Qയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം, വിഷയമില്ല. അപ്പോൾ ആംഗിൾസിന് പേര് കൊടുക്കുന്ന മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ട്രയാങ്കിൾസിൽ നിന്ന് നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ 3 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. 3 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 3 ആംഗിൾസിന് XYZ അല്ലെങ്കിൽ നമ്മൾ ആംഗിൾസിൻ്റെ പേര് എഴുതാൻ പഠിച്ചു. ഈ 3 ആംഗിൾസിന് സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ Xും Yയും Zും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. 180 ഡിഗ്രി കിട്ടും. മനസ്സിലായോ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ട്രയാങ്കിൾസിനകത്തിലെ 3 ആംഗിൾസ് കാണും. ഈ 3 ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 3 ആംഗിൾസും കൂടെ കൂട്ടുന്നത് 180 ഡിഗ്രി വരും. ഈ 3 ആംഗിൾസും കൂടെ കൂട്ടുന്നത് എത്ര ഡിഗ്രി വരും? 180 ഡിഗ്രി വരും. ഓക്കെ, അത് പഠിച്ചല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. ഓക്കെ, ഇനി നോക്കാം. നമുക്കത് ഈ 3ാമത്തെ വെർട്ടെക്സിൽ നിന്നും, അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ താഴത്തെ ഭാഗം കണ്ടോ, ഇങ്ങനെ താഴെ മുട്ടിയിരിക്കുന്ന ഭാഗം, അതിനെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. ബേസ്, താഴെ മുട്ടിയിരിക്കുന്ന ഭാഗം അല്ലെങ്കിൽ താഴത്തെ ഈ ഒരു വരയെ നമ്മൾ ബേസ് എന്ന് വിളിക്കും. മനസ്സിലായോ? ഈ ബേസിൽ നിന്നും 3ാമത്തെ വെർട്ടെക്സ് അല്ലെങ്കിൽ ബേസിൽ നിന്നും നമ്മൾ കൊടുക്കുക 1 2 3 കണ്ടോ, 1 2 3. ഈ 3ാമത്തെ വെർട്ടെക്സ് കണ്ടോ, ഈ 3ാമത്തെ വെർട്ടെക്സ് എത്ര ഹൈറ്റിലാണ് കണ്ടോ? ഈ ബേസിൽ നിന്നും 3ാമത്തെ വെർട്ടെക്സ് എത്ര ഹൈറ്റിലാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി വരുന്ന അളവിൽ എന്ത് ചെയ്യുക? ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ബേസിൽ നിന്നും എത്ര ദൂരത്താണ്, എത്ര പൊക്കത്തിലാണ് ഈ 3ാമത്തെ വെർട്ടെക്സ്. ആ ഹൈറ്റിനെ അല്ലെങ്കിൽ ആ ദൂരത്തെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്.
ബേസിൽ നിന്നും മൂന്നാമത്തെ വെർട്ടെക്സ് എത്ര പൊക്കത്തിലാണ് അല്ലെങ്കിൽ എത്ര ഉയരത്തിലാണ് എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണം, ആ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ബേസ് എന്ന് പറയുന്നത് ദേ ഇത്രയും ഭാഗത്തെ ബേസ് എന്ന് വിളിച്ചു. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസിൽ നിന്നും മൂന്നാമത്തെ വെർട്ടെക്സ് എത്ര ഉയരത്തിലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വെർട്ടെക്സിൽ നിന്നും മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ഹൈറ്റ് ബേസിലേക്ക് എന്ത് വരയ്ക്കുക, ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി എന്താണ് പെരിമീറ്റർ എന്ന് നോക്കാം. എന്താണ് പെരിമീറ്റർ? എന്താണ് പെരിമീറ്റർ? ഓക്കെ, ഈ പെരിമീറ്റർ പറയുന്നതിന് മുമ്പായിട്ട് ഇവിടെ നമ്മൾ ഈ ആംഗിൾസ് പറഞ്ഞല്ലോ, എക്സ് വൈ ഇസഡ് അല്ലേ. ഈ ട്രയാങ്കിൾസിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് ആണ് എക്സ് വൈ ഇസഡ്. അതുകൊണ്ട് നമുക്ക് ഈ ട്രയാങ്കിൾസിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് വിളിക്കാം. എക്സ് വൈ ഇസഡിനെ ട്രയാങ്കിൾസിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് വിളിക്കാം. ട്രയാങ്കിൾസിൻ്റെ ഇന്നർ ആംഗിൾ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ട്രയാങ്കിൾസിന് ഒരു ഔട്ടർ ആംഗിൾ കാണും. ട്രയാങ്കിൾസിന് എന്ത് കാണും? ഔട്ടർ ആംഗിൾ കാണും. ഔട്ടർ ആംഗിൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ ഇന്നർ ആംഗിൾ നമ്മൾ പറഞ്ഞു ദേ ഇതൊക്കെയാണ് ഇന്നർ ആംഗിൾ അല്ലേ. ഇതാണ് ഇന്നർ ആംഗിൾ. ഈ ഓരോ സൈഡും ഇങ്ങനെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും. അതിന് ദേ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. കണ്ടോ, ഓരോ ഇന്നർ ആംഗിളിൻ്റെ കൂടെയും എന്തുണ്ടാവുന്നുണ്ട്, വേറൊരു ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ഇതാണ് ട്രയാങ്കിൾസിൻ്റെ ഔട്ടർ ആംഗിൾസ്. ട്രയാങ്കിൾസിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് പഠിച്ചു വെച്ചേക്കുക. ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ്. അതെല്ലാ രൂപങ്ങൾക്കും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ദെൻ ബാക്കി ഇവിടത്തേക്ക് വരിക. പെരിമീറ്റർ, ട്രയാങ്കിൾസിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. ഇക്വേഷൻ ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് നമ്മുടെ ട്രയാങ്കിൾ അല്ലേ. ട്രയാങ്കിളിന് ഏതൊരു രൂപം വരച്ചാലും നമ്മൾ പേര് കൊടുക്കുക ABC. ഓക്കെ, നമ്മളിതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ട്രയാങ്കിൾ ABC എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ട്രയാങ്കിൾ ABC എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്, ഒരു ട്രയാങ്കിളിൻ്റെ സൈൻ കൊടുത്തിട്ട് ട്രയാങ്കിൾ ABC എന്നെഴുതും. ഇതിനർത്ഥം എന്താ, ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിളിൻ്റെ പേരാണ് ട്രയാങ്കിൾ ABC. ഈ ട്രയാങ്കിൾ ABCയുടെ ചുറ്റളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചുറ്റളവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ഇവിടെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്ററിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചുറ്റളവ് എന്താ, ചുറ്റളവ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പെരിമീറ്റർ. ഓക്കെ, ആ മലയാളം ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേ, ചുറ്റളവ്, ചുറ്റുമുള്ള അളവ്, അതാണ് ചുറ്റളവ്. കണ്ടോ, ചുറ്റളവ് മീൻസ് ചുറ്റുമുള്ള അളവ്. ഈ ട്രയാങ്കിൾസിന് ചുറ്റും എത്ര അളവുണ്ട്, അതാണ് ചുറ്റളവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയാങ്കിൾസിന് ചുറ്റും എത്ര അളവുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ട്രയാങ്കിൾസിന് ചുറ്റുമുള്ള അളവ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ ഒരു അളവുണ്ട് അല്ലേ, ഇത്രയും ദൂരം. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ദൂരമുണ്ട്, ഇങ്ങോട്ട് ദൂരമുണ്ട് അല്ലേ. നമുക്ക് ഓരോ സൈഡിനെയും റെപ്രസെൻ്റ് ചെയ്താൽ ഇത് A, ഇത് B, C. കണ്ടോ, ചുറ്റളവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ചുറ്റുമുള്ള അളവുണ്ടല്ലോ, ഈ ട്രയാങ്കിൾസിൻ്റെ ചുറ്റുമുള്ള അളവിനെയാണ് നമ്മൾ ചുറ്റളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A + B + C ആണ്. A മുതൽ ഇവിടുന്ന് ഇത്രയുള്ള ദൂരം പ്ലസ് ഇത്രയുള്ള ദൂരം പ്ലസ് ഇത്രയുള്ള ദൂരം. ഈ 3 ദൂരവും കൂടെ കൂട്ടുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ 3 സൈഡും കൂടെ കൂട്ടുക, അതാണ് ചുറ്റളവ്. ചുറ്റുമുള്ള അളവാണ് ചുറ്റളവ്. 3 സൈഡും കൂടെ കൂട്ടുക. എന്താ, A + B + C. അതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അതിൻ്റെ 3 വശവും കൂട്ടുക, അതാണ് ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്. ഇനി എന്താ പറയുന്നത്, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ, ട്രയാങ്കിളിൻ്റെ ഏരിയ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്താണ് ഏരിയ. നോക്കാം, ഏരിയ മീൻസ് ഈ അകത്തുള്ള ഈ പോർഷൻ ഉണ്ടല്ലോ, നമ്മൾ ചുറ്റളവ് പറഞ്ഞു അല്ലേ, ഈ സൈഡിൽ കൂടെ പോകുന്നത്. ഇനി നമുക്ക് ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ കളർ കിടക്കുന്നുണ്ടോ, ഈ യെല്ലോ കളർ കിടക്കുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തെയാണ് നമ്മൾ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യെല്ലോ കളർ കാണിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അത്രയും ഭാഗം എത്രയാണ്, അല്ലെങ്കിൽ ആ യെല്ലോ കളർ പറ്റിയിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, യെല്ലോ കളർ കാണിച്ചിരിക്കുന്ന ആ ഭാഗത്തെയാണ് നമ്മൾ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ പഠിച്ചു വെച്ചേക്കുക, ഹാഫ് ബി എച്ച്. എന്താ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്, ബേസിന് ഇതാണ് ബേസ്. മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് നമ്മൾ ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാഫ് ബി എച്ച്, ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്, ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 3 സൈഡും തമ്മിൽ കൂട്ടുക. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ട്രയാങ്കിൾ എന്താണെന്ന് പഠിച്ചു, ട്രയാങ്കിളിനകത്തുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി എന്താണ് പഠിച്ചത്, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനും ചുറ്റളവ് കാണാനുമാണ് പഠിച്ചത്. ഓക്കെ ആണല്ലോ, ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഒരു പ്രത്യേകത പഠിച്ചേക്കുക, ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത പഠിച്ചു വെച്ചേക്കുക. ഇതേ നമ്മൾ പറഞ്ഞായിരുന്നു, ട്രയാങ്കിളിന് എത്ര വെർട്ടെക്സ് ഉണ്ട്, 3 വെർട്ടെക്സ് ഉണ്ട് അല്ലേ. ഇതേ 3 വെർട്ടെക്സ്, ഇവിടെ PQR 3 വെർട്ടെക്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഡയഗണൽ, എന്താ ഡയഗണൽ എന്ന് പഠിച്ചു വെച്ചേക്കുക. ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് വെർട്ടെക്സിനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. ഓപ്പോസിറ്റ് വെർട്ടെക്സുകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾസിന് ഡയഗണൽ ഉണ്ടോ? ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിനെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയാണ് എന്തെന്ന് പറയുന്നത്, ഡയഗണൽ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് P ആയാലും Q ആയാലും നമ്മൾ അങ്ങോട്ടേക്കൊരു വര വരച്ചു കഴിഞ്ഞാൽ അത് ട്രയാങ്കിളിൻ്റെ സൈഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടോ, സൈഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ Pയുടെ ഓപ്പോസിറ്റുള്ള ആറിലേക്കും Qയിലേക്കും നമ്മൾ ഓരോ വരകൾ വരച്ചാലും അതെന്തായിട്ടാണ് കാണിച്ചേക്കുന്നത്, സൈഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഡയഗണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതേ ഉദാഹരണം പറയുകയാണ്, ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് 4 വെർട്ടെക്സ് ഉണ്ട്, ABCD എന്ന് പറയുന്ന 4 വെർട്ടെക്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പറയാം ഡയഗണൽ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് വെർട്ടെക്സ് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ്. എന്ന് വെച്ചാൽ എയും സിയും, എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന C അല്ലേ, അപ്പോൾ എയും സിയും കൂടെ വരയ്ക്കുമ്പോൾ ഈ വരയാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അതേപോലെ ബിയും ഡിയും കൂടെ ചേർത്ത് വരയ്ക്കുന്ന വരയാണ് നമ്മൾ ഡയഗണൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് വെർട്ടെക്സുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരകളാണ് ഡയഗണൽസ് എന്ന് വിളിക്കുന്നത്. ട്രയാങ്കിൾസിനകത്ത് എന്തില്ല, ഡയഗണൽ ഇല്ല. പഠിച്ചു വെച്ചേക്കുക, ട്രയാങ്കിൾസിൽ ഡയഗണൽ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം ട്രയാങ്കിൾസിൻ്റെ ഒരു ഏകദേശ ഊഹമൊക്കെ നമുക്ക് കിട്ടി അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ആണ്. ഏതൊക്കെ തരത്തിലുള്ള ട്രയാങ്കിൾസ് ഉണ്ട് പഠിച്ചു നോക്കാം. ഒന്നാമത്തെ ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. ഒന്നാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മലയാളം പറയുവാണെങ്കിൽ സമഭുജ ത്രികോണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. എന്താണ് സമഭുജ ത്രികോണം എന്ന് നോക്കാം. സമഭുജ ത്രികോണം, ദേ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് നമ്മൾ. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 സൈഡും തുല്യമാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ വരച്ചു, ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡും എന്താണെങ്കിൽ തുല്യമാണെങ്കിൽ, ഒരു ട്രയാങ്കിൾ വരച്ചു, ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡും തുല്യമാണെങ്കിൽ അതിനെ നമ്മൾ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കും. എന്താ പ്രത്യേകത, ട്രയാങ്കിളിൻ്റെ 3 സൈഡും എന്തായിരിക്കും, തുല്യമായിരിക്കും. അതേപോലെ ഈ ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് കാണുമല്ലോ, ഈ 3 ആംഗിളും എന്തായിരിക്കും, തുല്യമായിരിക്കും. 3 ആംഗിളും 3 സൈഡും തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. 3 സൈഡും 3 ആംഗിൾസും തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്തിലെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഓരോ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഇത് 3ഉം തുല്യമാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 3 ട്രയാങ്കിളിനെയും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം, 180 കിട്ടണം. 3 ആംഗിൾസിനെയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര ആയിരിക്കണം, ഒരു ആംഗിൾ 60 ഡിഗ്രി വീതമായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ 60 ഡിഗ്രി ഉള്ള നോക്കി, ഇത് 60 ഡിഗ്രി, 3 ആംഗിളും എത്ര ഡിഗ്രി വീതം വരണം, 60 ഡിഗ്രി വരണം. എന്നാൽ മാത്രമേ നമുക്ക് കൂട്ടുമ്പോൾ എത്ര വരത്തുള്ളൂ, 180 വരത്തുള്ളൂ.
അപ്പോൾ എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? എന്താണ്? 3 സൈഡ്സും 3 ആംഗിൾസും തുല്യമായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് വിളിക്കുന്നത്. ഇതിനകത്തിലെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇനി ഇത് നോക്കിയേ, ഇവിടുത്തെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്രയായിരിക്കും? ഇവിടുത്തെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമുക്കറിയാം. ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവ് അല്ലേ? ഇവിടെ 3 സൈഡ് ഉണ്ടല്ലോ, ഈ 3 സൈഡും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. എ പ്ലസ് എ എന്ന് പറയുന്നത് 3a. അപ്പോൾ ഇവിടുത്തെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3a. പഠിച്ചു വെച്ചേക്കുക. ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 3a ആയിരിക്കും. 3 ഇൻറ്റു സൈഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഇനി അവിടുത്തെ ഹൈറ്റ് പഠിച്ചു വെച്ചേക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് √3/2 ഇൻറ്റു എ ആയിരിക്കും. √3/2 ഇൻറ്റു എ ആയിരിക്കും. √3/2 ഇൻറ്റു എ ആയിരിക്കും ഇവിടെ ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് ഹൈറ്റ്. ഈ ഹൈറ്റിൻ്റെ അളവാണ് പറഞ്ഞേക്കുന്നത്. √3/2a ആയിരിക്കും. √3/2a ആയിരിക്കും. ഈ √3/2a വരുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല അല്ലേ? ഇപ്പോൾ നമുക്ക് ഡെഫിനിഷനും എന്താണ് ഇക്വേഷൻ എന്ന് പഠിച്ച് മാത്രം പോവുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ ഇവിടുത്തെ ഹൈറ്റ് പഠിച്ചു വയ്ക്കുക, √3/2a. ഇനി ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കുന്നത് പഠിച്ചു വെച്ചേക്കുക. ഏരിയ എന്ന് പറയുന്നത് √3/4a² ആയിരിക്കും. √3/4a² ആയിരിക്കും. √3/4 ഇൻറ്റു a² ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനകത്ത് നിന്ന് ഇത്രയും പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മൂന്ന് ആംഗിൾസും 3 സൈഡ്സും ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്തിലെ ഓരോ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അതിനകത്തിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3a ആയിരിക്കും. അവിടുത്തെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √3/2a ആയിരിക്കും. ഇനി അവിടുത്തെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ √3/4a² ആയിരിക്കും. √3/4a² ആയിരിക്കും. പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം. ഇതിനകത്തിലെ പെരിമീറ്ററും ഏരിയയുമാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. അത് രണ്ടും കാണാൻ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അടുത്ത ട്രയാങ്കിൾസിലേക്ക് പോകാം. അടുത്ത ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ. ഇതിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ സമപാർശ്വത്രികോണം. സമപാർശ്വത്രികോണം. ഓക്കെ, രണ്ടാമത്തെ മോഡലാണ് ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വത്രികോണം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് വേറൊരളവായിരിക്കും. മനസ്സിലായോ? 2 സൈഡ്സ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. 2 സൈഡ്സ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ ഈക്വലായിട്ട് കിടക്കുന്ന സൈഡ്സ് ഉണ്ടല്ലോ, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞേക്കുന്നത്? ഈക്വലായിട്ട് കിടക്കുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഈക്വലായിട്ട് കിടക്കുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത് അത്രയും പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഐസോസെലസ് ട്രയാങ്കിൾ? 2 സൈഡ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുള്ള ട്രയാങ്കിൾസിൻ്റെ ഈക്വലായ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അത്രയാണ് എന്ത് പഠിക്കേണ്ടത്? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ പെരിമീറ്റർ നോക്കിയേ. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുമുള്ള അളവ് അല്ലേ? എ പ്ലസ് ബി ഇതല്ലേ 3 സൈഡ്. ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2a പ്ലസ് ബി അല്ലേ? പെരിമീറ്റർ നമ്മൾ കാണാൻ പഠിക്കേണ്ടല്ലോ, നമുക്ക് ചുറ്റുമുള്ള അളവാണെന്നറിയാം. അപ്പം പെരിമീറ്റർ എന്ന് പറയുന്നത് 2a പ്ലസ് ബി ആണ്. ഇനി ഇതിൻ്റെ ഏരിയ പഠിച്ചു വെച്ചേക്കുക. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? b/4 √4a² മൈനസ് b². ഇതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. എന്ത്? സമപാർശ്വത്രികോണത്തിൻ്റെ ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് b/4 √4a² മൈനസ് b². ഓക്കെ ആണോ?
അടുത്ത പെരിമീറ്റർ പഠിച്ചായിരുന്നല്ലോ, പെരിമീറ്ററും പഠിച്ചു, ഏരിയയും പഠിച്ചു അല്ലേ. ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ നോക്കാം. ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? ഹൈറ്റ് എന്ന് പറയുന്നത് 1/2 റൂട്ട് ഓഫ് 4a² മൈനസ് b². ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലെ ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനുള്ള വഴി പഠിച്ചു വെച്ചേക്കുക. ഇതിനകത്തിൽ നമുക്ക് ഈ ഏരിയ, ഐസോസെലസ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ പ്രത്യേകമായിട്ട് കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജനറൽ ഫോർമുല പഠിച്ചായിരുന്നു. ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാൻ ½ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ആ ½ അങ്ങ് പഠിച്ചാൽ മതി. ഇതിപ്പോൾ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പാടാണെങ്കിൽ ഈ ഇക്വേഷൻ പഠിക്കേണ്ട. ½ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നിങ്ങൾക്ക് കണക്ക് ചെയ്യാം കേട്ടോ. ½ തന്നെ വെച്ച് ചെയ്യാം. ആകെ 2 ഇക്വേഷൻ പഠിച്ച് വെച്ചാൽ മതി. ഒന്ന് മറ്റേ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ അല്ലെങ്കിൽ സമഭുജ ത്രികോണത്തിൻ്റെ ഏരിയയും പെരിമീറ്ററും കാണാൻ പഠിച്ച് വെച്ചേക്കണം. പെരിമീറ്റർ 3a ഏരിയ എന്ന് പറയുന്നത് √3/4a². അത് പഠിച്ചു വെച്ചേക്കേണ്ടതാ, അത് പഠിക്കണം. ബാക്കി എല്ലാ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാനും ½ പഠിച്ചാൽ മതി. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു കണക്ക് കിട്ടുമ്പോഴേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനും പഠിച്ചു വെച്ചേക്കാം. സമപാർശ്വ ത്രികോണത്തിൻ്റെ ഏരിയ b/4 √4a² മൈനസ് b². ഓക്കെ ആണല്ലോ. അടുത്ത ട്രയാങ്കിൾസ് നോക്കിയോ. ഇവിടെ ഒരു ട്രയാങ്കിൾസ് കൊടുത്തേക്കുന്നു. ഈ ട്രയാങ്കിൾസിൻ്റെ 3 സൈഡും ഡിഫറൻ്റ് ആണ്. ABC 3 സൈഡും എന്താണ്? ഡിഫറൻ്റ് ആണ്. 3 സൈഡുടെയും അളവുകൾ തുല്യമല്ല, ഡിഫറൻ്റ് ആണ്. അങ്ങനെ ഒരു ട്രയാങ്കിൾസ് വരികയാണെങ്കിൽ ആ ട്രയാങ്കിൾസിനെ വിളിക്കുന്നതാണ് സ്കെയിലൈൻ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. സ്കെയിലൈൻ ട്രയാങ്കിൾ. ഓക്കെ, 3 സൈഡുകളുടെയും അളവുകൾ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾസിനെയാണ് നമ്മൾ സ്കെയിലൈൻ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്? ½ ഇവിടുത്തെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താ പെരിമീറ്റർ കാണാനുള്ളത്? a+b+c ആണെന്ന് പഠിച്ചു. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3ാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈറ്റ് എന്ന് പറഞ്ഞത്. അതും നമ്മൾ പഠിച്ചു. ഇനി വേറൊരു കാര്യം ചിന്തിക്കുക, വേറൊരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇവിടെ നമുക്ക് 3 സൈഡ് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ട്രയാങ്കിൾസിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല, ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ് തന്നിട്ട് അതിൻ്റെ ഏരിയ കാണാൻ ചോദിക്കുകയാണെങ്കിൽ, ഇനി നമുക്കൊരു ട്രയാങ്കിൾസ് തരുന്നു. ഈ ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ് നമുക്ക് തന്നു. എ എത്രയാണെന്ന് തന്നു, ബി എത്രയാണെന്ന് തന്നു, സി എത്രയാണെന്ന് തന്നു. എന്നിട്ട് നമ്മുടെ ഏരിയ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ കാണാം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ √S × S മൈനസ് A × S മൈനസ് B × S മൈനസ് C. എന്താ പറഞ്ഞേക്കുന്നത്? എന്താണ് പറഞ്ഞെന്താ? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്, സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ ആണ് അല്ലേ. ഇവിടെ എന്തൊക്കെ തരണം? ബേസും തരണം, ഹൈറ്റും തരണം. അങ്ങനെ ബേസും ഹൈറ്റും തന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ½ ആണ്. ഇനി ബേസും ഹൈറ്റും തരാതെ 3 സൈഡ് നമുക്ക് തന്നു. ABC എന്ന് പറയുന്ന 3 സൈഡ്സ് തന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഏതാണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? കാണാൻ പഠിച്ചു വെച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് √S × S മൈനസ് A × S മൈനസ് B × S മൈനസ് C. ഇനി ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് എന്താണ്? S = A+B+C/2 ആണ് എസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എസ് എന്ന് പറയുന്നത് A+B+C/2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എസ് കിട്ടും. ആ എസ് ഇട്ടിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ ചെയ്യണം? √S × S മൈനസ് A × S മൈനസ് B × S മൈനസ് C ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ് മാത്രമാണ് തന്നിരുന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ട്രയാങ്കിളാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു വെച്ചേക്കുക. ഒരു ട്രയാങ്കിൾസിനകത്തിൽ 3 ആംഗിൾസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ട്രയാങ്കിളിൽ 3 ആംഗിൾസ് കാണും അല്ലേ. അതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരികയാണെങ്കിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി വരും. ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അതിനർത്ഥം അത് 90 ഡിഗ്രി ആണെന്നാണ് കേട്ടോ. ഇങ്ങനൊരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ട്രയാങ്കിൾസിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ് പറഞ്ഞത്?
ട്രയാങ്കിൾസിനകത്തിലെ 3 ആംഗിളിൽ ഒരു ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെ വിളിക്കുന്നതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്. ഈ ഹാഫ് ബി എച്ച് ആണ്. ബി എന്ന് പറയുന്നത് എന്താ? ഇത് ബേസ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമത്തെ വെർട്ടെക്സിൽ നിന്നും ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഓൾറെഡി എന്താണ് വരച്ചു വെച്ചേക്കുന്നത്? പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഈ സൈഡിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? ഇക്വേഷനകത്ത് ഈ ഹൈറ്റ് ആയിട്ട് എടുക്കും. നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ നേരത്ത് ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തേക്കുന്ന സൈഡ് ഉണ്ടല്ലോ, അതായിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾസിനകത്തിൽ 90 ഡിഗ്രി എവിടെയാണോ കിടക്കുന്നത് അത് നോക്കുക. ഇവിടെ ബേസ്, ഇതാണ് ബേസ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിടക്കുന്ന സൈഡായിരിക്കും ഹൈറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ഇനി ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനകത്ത് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതിന് 3 സൈഡ്സ് ഉണ്ട്. 3 സൈഡ്സിന് 3 പേരുകളുണ്ട്. ഏറ്റവും താഴെ നമ്മളിപ്പോൾ ഈ കണ്ട ഈ സൈഡ്സിനെ വിളിക്കുന്നതാണ് ബേസ്. ഈ സൈഡ് വിളിക്കുന്നതാണ് ബേസ്. ഈ ട്രയാങ്കിൾസിനകത്ത് ഒരു വലിയ സൈഡ് ഉണ്ടായിരിക്കും, ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും ഇവിടുത്തെ ഏറ്റവും നീളം കൂടിയ സൈഡ്. ഈ ട്രയാങ്കിൾസിനകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈഡായിരിക്കും ഈ ചരിഞ്ഞ് കിടക്കുന്നത്. അതിനെ വിളിക്കുന്നതാണ് ഹൈപ്പർന്യൂസ്. എന്താണ്? ഈ നീളമുള്ള സൈഡ്, ഈ ചരിഞ്ഞ് കിടക്കുന്ന നീളമുള്ള സൈഡിനെ വിളിക്കുന്നതാണ് ഹൈപ്പർന്യൂസ്. അപ്പോൾ ആലോചിക്കുക, ബേസ് എന്ന് പറഞ്ഞാൽ താഴെ മുട്ടിയിരിക്കുന്ന ഭാഗം ബേസ്. അല്ലെങ്കിൽ ഈ 90 ഡിഗ്രി വരുമല്ലോ, ഈ 90 ഡിഗ്രി വരുന്ന ഒരു സൈഡ് ബേസും മറു സൈഡ് എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് ആയിരിക്കും. എന്തായിരിക്കും? ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കും. ഈ സൈഡിനെ നമുക്കൊന്നെങ്കിൽ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് വിളിക്കാം. രണ്ട് പേരുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ട്രയാങ്കിൾസിന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ആംഗിൾസ് ട്രയാങ്കിൾസിനകത്തിലെ 3 സൈഡ്സുകളാണ് ബേസും ഹൈപ്പർന്യൂസും പെർപെൻഡിക്കുലറും അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ്. ഇതിനകത്ത് ബേസും പെർപെൻഡിക്കുലറും തമ്മിലാണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഏറ്റവും വലിയ സൈഡായ ചരിഞ്ഞ് കിടക്കുന്ന സൈഡായിരിക്കും ഹൈപ്പർന്യൂസ്. മലയാളം പറയുകയാണെങ്കിൽ ഇത് കർണം. ബേസിനെ നമ്മൾ മലയാളത്തിൽ പാദം എന്ന് വിളിക്കും. പെർപെൻഡിക്കുലറിനെ നമ്മൾ ലംബം എന്ന് വിളിക്കും. ഓക്കെ. എന്താണ്? പാദം, കർണം, ലംബം. പാദവും ലംബവും കൂടെ കൂടിച്ചേരുന്നിടത്തായിരിക്കും 90 ഡിഗ്രി വരുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം. ചരിഞ്ഞ് കിടക്കുന്ന ഏറ്റവും വലിയ സൈഡിനെ ആയിരിക്കും കർണം എന്ന് വിളിക്കുന്നത്. പഠിച്ചു വെച്ചേക്കുക. ഇനി പഠിച്ചു വെച്ചേക്കണം, പാദം, ലംബം, കർണം. ഇതിൽ നിന്നും ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസിനകത്തിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി അടക്കുന്നത്, പൈതഗോറസ് തിയറി. എന്താണ് പൈതഗോറസ് തിയറി? പഠിച്ചു വെച്ചേക്കുക. പൈതഗോറസ് തിയറി അല്ലെങ്കിൽ പൈതഗോറസ് തിയറം പഠിച്ചു വെച്ചേക്കുക. എന്താണ് പൈതഗോറസ് തിയറം? 3 സൈഡ്സ് ഏതൊക്കെ? പാദം, ലംബം, കർണം. ഇതിനകത്തിലെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഈ ചരിഞ്ഞ് കിടക്കുന്ന കർണം എന്നാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? കർണമാണ് ഇതിനകത്തിലെ വലിയ സൈഡ്. ഈ വലിയ സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കർണം കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പറയാം ഈ കർണം സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ ചെറിയ 2 സൈഡായ പാദത്തിൻ്റെ സ്ക്വയറും ലംബത്തിൻ്റെ സ്ക്വയറും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ആരെ കിട്ടും? കർണത്തിൻ്റെ സ്ക്വയർ കിട്ടും. എന്താ പറഞ്ഞേക്കുന്നത്? ഈ ട്രയാങ്കിൾസിനകത്തിൽ ഏറ്റവും ചെറിയ സൈഡാണ് പാദവും ലംബവും അല്ലേ? ഏറ്റവും വലിയ സൈഡാണ് കർണം. അപ്പോൾ ഈ ചെറിയ 2 സൈഡുകളുടെ സ്ക്വയർ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ, പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് ലംബത്തിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കർണത്തിൻ്റെ സ്ക്വയർ ലഭിക്കും. പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് ലംബത്തിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈഡായ കർണത്തിൻ്റെ സ്ക്വയർ ലഭിക്കും. അത് ആലോചിച്ച് വെച്ചിരിക്കുക. സ്ക്വയർ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. സ്ക്വയർ ലഭിക്കും. മനസ്സിലായോ? അപ്പോൾ കർണ സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. പഠിച്ചു വെച്ചേക്കുക. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഹൈപ്പർന്യൂസിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സ്ക്വയർ. ഓക്കെ. ഇത് വെച്ച് 2 ഇക്വേഷനും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പാദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പാദം സ്ക്വയർ ഈക്വൽ ടു ഏറ്റവും വലിയ സൈഡ് ഏതാ? കർണം സ്ക്വയർ ആണല്ലേ? കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ. ഓക്കെ. ഇനി ലംബം സ്ക്വയർ അല്ലെങ്കിൽ ലംബമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇങ്ങനൊരു
ട്രയാങ്കിൾ തന്നിട്ട് ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ബേസ് തന്നു, ഹൈറ്റ് നമുക്കറിയത്തില്ല, അതിന് പകരം ഹൈപ്പർന്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഹൈപ്പർന്യൂസ് നമുക്ക് തന്നു, ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ലംബം സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കും? ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും അല്ലെങ്കിൽ ലംബം സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിനകത്തിലെ ഏറ്റവും പ്രശസ്തമായ പൈതഗോറസ് തിയറി. എന്താ പറയുന്നത്? എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ഒരു 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾസിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഈ 90 ഡിഗ്രി വരുന്ന എന്തിനൊക്കെ ഇടയിലായിരിക്കും? പാദത്തിനും ലംബത്തിനും ഇടയിലായിരിക്കും. ചരിഞ്ഞ് കിടക്കുന്നതായിരിക്കും ഏറ്റവും വലിയ സൈഡായ കർണം. ഈ കർണം കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ കർണം സ്ക്വയർ കിട്ടണമെങ്കിൽ ചെറിയ രണ്ട് നമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ സൈഡ് തമ്മിൽ കൂട്ടണം. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇത്ര ആലോചിക്കുക. നമുക്ക് ചെറിയ രണ്ട് നമ്പർ തമ്മിൽ ഇപ്പോൾ 1ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാലായിരിക്കുമല്ലോ വലിയ നമ്പറായ 3 കിട്ടുന്നത്. അങ്ങനെ ആലോചിക്കുക. വലിയ സൈഡായ കർണം സ്ക്വയർ കിട്ടണമെങ്കിൽ ചെറിയ രണ്ട് സൈഡായ പാദം സ്ക്വയറും ലംബം സ്ക്വയറും തമ്മിൽ കൂട്ടണം അല്ലേ? ഇനി ഈ 1 നമുക്ക് കിട്ടേണ്ടെങ്കിൽ, ചെറിയ നമ്പറാണ് കിട്ടേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ വലിയ സംഖ്യയിൽ നിന്നും അടുത്ത സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമ്പർ കിട്ടും അല്ലേ? ഇനി 2 കിട്ടേണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വലിയ സംഖ്യയിൽ നിന്നും മറ്റേ സംഖ്യ കുറയ്ക്കണം അല്ലേ? അതേപോലെ ഇവിടെ കർണം സ്ക്വയർ, വലിയ സംഖ്യയായ കർണം സ്ക്വയർ കിട്ടണമെങ്കിൽ പാദം സ്ക്വയറും ലംബം സ്ക്വയറും കൂടെ കൂട്ടണം. ഇനി പാദം സ്ക്വയർ ആണ് കിട്ടേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വലിയ സൈഡായ കർണം സ്ക്വയറിൽ നിന്നും ലംബം സ്ക്വയർ കുറയ്ക്കണം. ഇനി ലംബം സ്ക്വയർ ആണ് അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോഴുള്ള ഹൈറ്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ, ലംബം സ്ക്വയർ ആണ് കിട്ടേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പം നമ്മൾ ട്രയാങ്കിൾസിനകത്തിലെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചു? വെർട്ടെക്സ് ട്രയാങ്കിൾസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കോമൺ തിയറികൾ പഠിച്ചു, ഹൈറ്റ് എന്താണെന്ന് പഠിച്ചു, ഏരിയ പഠിച്ചു, ട്രയാങ്കിൾസ് ഏതൊക്കെ തരത്തിലുണ്ടെന്ന് പഠിച്ചു, പെരിമീറ്റർ പഠിച്ചു, ഏരിയ പഠിച്ചു, പൈതഗോറസ് തിയറം പഠിച്ചു. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ട്രയാങ്കിൾസിനെ കുറിച്ച് കോമൺ ആയിട്ട് പഠിച്ചു. അപ്പം 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എന്ന് വിളിച്ചു. ബാക്കി ഒരു 2 ട്രയാങ്കിളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. വേറെ ഒന്നുമില്ല, പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. അക്യൂട്ട് ട്രയാങ്കിൾസ് എന്നും ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾസ് എന്നും. അല്ലെങ്കിൽ മലയാളം പറയുകയാണെങ്കിൽ അക്യൂട്ട് ട്രയാങ്കിൾസിൻ്റെ മലയാളം പറയുകയാണെങ്കിൽ ന്യൂനത്രികോണം. ഒബ്റ്റ്യൂസ് ആംഗിൾസിൻ്റെ ആണെങ്കിൽ ബൃഹത് ത്രികോണം. നോക്കുക, അക്യൂട്ട് ട്രയാങ്കിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പം 90 ഡിഗ്രി ആംഗിൾ വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് എന്ന് വിളിച്ചു. 90 ഡിഗ്രിയേക്കാൾ കുറവാണ് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ആണെങ്കിൽ അതിനെ നമ്മൾ ന്യൂനത്രികോണം എന്ന് വിളിക്കുന്നു. ട്രയാങ്കിൾസിന് 3 ആംഗിൾസ് ഉണ്ടല്ലോ. ഈ 3 ആംഗിളും 90 ഡിഗ്രിയേക്കാൾ കുറവാണ് എങ്കിൽ അത്തരം ട്രയാങ്കിൾസിനെ വിളിക്കുന്നതാണ് അക്യൂട്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ന്യൂനത്രികോണം. ഇനി നമ്മൾ എടുക്കുന്ന ത്രികോണത്തിൻ്റെ ഏതെങ്കിലും നമ്മളെടുക്കുന്ന ഒരു ട്രയാങ്കിൾസിൻ്റെ ഒരാംഗിൾ 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ, 90 ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ആംഗിൾസിന് ഞാൻ 90 ഡിഗ്രി എന്ന് പറയുന്നത്, ഇതിനുള്ളിൽ വരുന്ന ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയേക്കാൾ കുറവാണ്. ഇങ്ങനെ വരുന്ന ആംഗിൾസ് എല്ലാം 90 ഡിഗ്രിയേക്കാൾ വലുതാണ് കേട്ടോ. ഓർത്ത് വെച്ചു കേട്ടോ. അതാണ് ഇത് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ വലുതാണ്. അങ്ങനെ 90 ഡിഗ്രിയേക്കാൾ വലുതായ ഒരു ആംഗിളെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ്, അത്തരം ത്രികോണത്തെ വിളിക്കുന്നതാണ് ബൃഹത് ത്രികോണം. എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന 3 ആംഗിളിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ വലുതാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ബൃഹത് ത്രികോണം എന്ന്. ഓക്കെ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ 2 ട്രയാങ്കിൾസിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പഠിച്ചിട്ട് പോകുന്നു. 2 ട്രയാങ്കിൾസിൻ്റെ നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്ത് 2 സെറ്റ് സ്ക്വയർ ഇരിപ്പുണ്ട് അല്ലേ? ഒരു സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെറ്റ് സ്ക്വയർ കാണും, ഇച്ചിരി നീളമുള്ള ഒരു സെറ്റ് സ്ക്വയർ. ഒരു സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ 2 സെറ്റ് സ്ക്വയർ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിനകത്ത് കാണപ്പെടുന്നുണ്ട് അല്ലേ? രണ്ടെണ്ണം. ഈ 2 എണ്ണത്തിൻ്റെയും ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ബാക്കി ഈ 2 ആംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 60 ഡിഗ്രിയും ഇത് 30 ഡിഗ്രിയും ആയിരിക്കും. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രി.
ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത. എന്താണ്? 90, 60, 30 ഇങ്ങനെ ആയിരിക്കും അതിനകത്തിൽ ആംഗിൾസ് കൊടുത്തിട്ടുണ്ടാവുക. ആ ആംഗിൾസ് എന്ന് പറയുന്നത് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് മൂന്നും കൂടെ കൂട്ടി നോക്കിയേ 180 ഡിഗ്രി കിട്ടും അല്ലേ? ഒരു ട്രയാങ്കിൾസിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ് 180. അപ്പോൾ ഈ മൂന്ന് ആംഗിൾസും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ആംഗിൾസ് ഏതൊക്കെയാണ്? 30, 60, 90. ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾസിൻ്റെ ഈ ആംഗിൾസ് ഏതൊക്കെയാണ് വരേണ്ടത്? 30, 60, 90. ഇങ്ങനെ ആംഗിൾസ് വരുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് തമ്മിലുള്ള അംശബന്ധം പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള അംശബന്ധം 1:√3:2 ആയിരിക്കും. 1:√3:2 ആയിരിക്കും. അംശബന്ധം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേ 30 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ, അതാണ് ഈ 30 നേരെ 1 കിടക്കുന്നു അല്ലേ? അതിനർത്ഥം എന്താ? ഈ 30 എന്ന് പറയുന്ന ആംഗിൾ കണ്ടോ? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് √3 ആയിരിക്കും. 60 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് √3 ആയിരിക്കും. അതേപോലെ 90 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 ആയിരിക്കും. 90 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? 30 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 1 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് √3 ആയിരിക്കും. 90 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 ആയിരിക്കും. പഠിച്ചു വെച്ചുക. 1:√3:2. ഓക്കെ. ഇനി 30 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2 ആണെങ്കിൽ 60 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 2√3 ആയിരിക്കും. 90 ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡോ 2 × 2 4 ആയിരിക്കും. കണ്ടോ? ഇവിടെ എല്ലാം 1 2 ആകണമെങ്കിൽ അതിനർത്ഥം എന്താ? 1നെ 2 കൊണ്ട് ഗുണിച്ചു എന്നല്ലേ? അപ്പോൾ എല്ലാ സൈഡും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം തിരുത്തിയിട്ട് എങ്ങനെ എഴുതാം? ഇവിടെ 2 ആവും, ഇത് 2√3 ആവും, ഇത് 4 ആകും. കണ്ടോ? ഇതാണ് അംശബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ടല്ലോ, രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ, അതിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇതിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഈ ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈക്വലായ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് തുല്യമായിരിക്കും. ഈക്വലായിട്ട് കിടക്കുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ ഈ ആംഗിളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ 90 ഉണ്ടെങ്കിൽ ബാക്കി ഇവിടെ 45 എന്ന് വരും. 45 എന്നാൽ മാത്രമല്ല 180 കിട്ടത്തോളം മൊത്തത്തിൽ കൂട്ടുമ്പോൾ. ഓക്കെ. അപ്പോൾ 90, 45 ഇതിന് ഇങ്ങനെയുള്ള ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 90, 45 വരുന്ന ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് തമ്മിലുള്ള അംശബന്ധം പഠിച്ചു വെച്ചേക്കുക. 45:90 ആണ് ആംഗിളെങ്കിൽ അവിടെ 1:√2 ആയിരിക്കും. 1:1:√2 ആയിരിക്കും സൈഡ് തമ്മിലുള്ള അംശബന്ധം. എന്ന് വെച്ചാൽ 45 ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ് 1 ആയിരിക്കും, ഈ സൈഡും 1 ആയിരിക്കും. ഇതിവിടെ എത്ര വരും? √2 വരും. ഇനി ഇവിടെ ഒരു 4 ഉണ്ടെങ്കിൽ 45ൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ 4 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ഇവിടെയും 4 വരും. ഇവിടെ എത്ര വരും? 4:√2 വരും. 4:√2 വരും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ ഈ അംശബന്ധം പഠിച്ചു വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് അംശബന്ധം. എന്താണ് പറഞ്ഞേക്കുന്നത്? ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 30:60:90 എന്ന അംശബന്ധത്തിലാണെങ്കിൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള അംശബന്ധം 1:√3:2 എന്നുള്ളതായിരിക്കും. അതേപോലെ ഒരു ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് 45:45:90 എന്നാണെങ്കിൽ അവിടുത്തെ സൈഡ്സ് തമ്മിലുള്ള അംശബന്ധം 1:1:√2 എന്നായിരിക്കും. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം ട്രയാങ്കിൾസിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്ത വീഡിയോയിൽ ഇതിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഇത് നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഡൗട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ജാമിതി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തിലെ ജാമിതി എന്ന ടോപ്പിക്കിനകത്തിലെ ആദ്യത്തെ പാർട്ടായ 2D ഫിഗേഴ്സിൽ നിന്നുള്ള ആദ്യത്തെ ഫിഗറായ ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇതിനകത്തിലെ ഇക്വേഷൻസ് എല്ലാം കാണാപ്പാഠം പഠിക്കാനുള്ളതാണ്. കാണാപ്പാഠം പഠിക്കുക. കാരണം നിങ്ങളെ ഇതിങ്ങനെയാണ് ഇക്വേഷൻ വന്നതെന്ന് പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ അത് ഒരു ഭയങ്കരമായ പ്രോസസ്സാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പോകുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം നിങ്ങൾ ഈ ഇക്വേഷൻസ് മാത്രം കാണാപ്പാഠം പഠിക്കുക. പിന്നീട് ഒരിക്കലും നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഈ പരീക്ഷകളൊക്കെ ഒന്ന് ഈ തിരക്കുള്ള സമയമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിക്കാം. ഓക്കെ.
അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കണക്കുമായിട്ട് വരും. അതുവരെ ബൈ.